നമസ്കാരം. ആശ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് ഒരു കണ്ടെയ്നർ ബോക്സാണ്. ഇങ്ങനെയുള്ള ബോക്സുകൾ നമ്മൾ അടുക്കളയിലെ ആവശ്യങ്ങൾക്കും മറ്റ് പല ആവശ്യങ്ങൾക്കുമായിട്ട് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ആകട്ടെ, മറ്റ് മെറ്റലിൻ്റെ ആകട്ടെ, അങ്ങനെ പല തരത്തിൽ ഇതുപോലെയുള്ള ബോക്സുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ ബോക്സുകളെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ബോക്സ് പെട്ടിയായിട്ട് കിട്ടുന്നതല്ല, മിക്കവാറും ഇതിൻ്റെ ഒരു സെറ്റ് കാണും. അത് 3 എണ്ണം ഒരു സെറ്റായിരിക്കും. അപ്പോൾ ഈ ബോക്സിൻ്റെ സെറ്റാണ് ഇത്. 3 എണ്ണം ഉണ്ട്. ഇതും ചെറുതായിട്ട്, ഒരെണ്ണം വലുതായിരിക്കും, പിന്നെ അതിൽ ചെറുതായിരിക്കും, പിന്നെ അതിൽ ചെറുതായിരിക്കും. നമ്മൾ അടുക്കളയിലേക്ക് വാങ്ങിക്കുന്ന ബോക്സുകളാട്ടെ, ആ കണ്ടെയ്നർ ബോക്സുകൾ ഒരെണ്ണം വലുത്, ഉള്ളിൽ അതിനേക്കാൾ ചെറുതൊരെണ്ണം വെച്ച്, അതിനുള്ളിൽ അതിനേക്കാൾ ചെറുതൊരെണ്ണം വെച്ച്, അങ്ങനെ 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരിക. ഇത് അങ്ങനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, വെച്ചില്ല. ഇത് വെക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഞാനിത് വെച്ചില്ല ഇതുവരെ. അപ്പോൾ ഈ ബോക്സ് ഞാൻ വാങ്ങിയത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. ഫോർട്ട് കൊച്ചിയിൽ പിക്നിക്കിൻ്റെ ഭാഗമായി പോയ സമയത്ത്, ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പിക്നിക്കിന് പോയതാണ്. ആ സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ ചീനവല ഒക്കെ കാണുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ കട കണ്ടു. അവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട്. അവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. പക്ഷെ അതൊക്കെ വിദേശികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അവർ പറഞ്ഞു വിദേശികളെ ഉദ്ദേശിച്ച് ഉള്ള കരകൗശല വസ്തുക്കളാണ്. അത് മുത്തുകളും പവിഴങ്ങളും ചിപ്പികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നല്ല വിലയും പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും വിലക്കുറവായിട്ട് കണ്ട ഒരു സാധനമാണിത്. എനിക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് ഞാൻ വാങ്ങിച്ചു. ഇത് വെറുതെ ഉള്ള അലൂമിനിയം ബോക്സാണ്. ഇത് അലൂമിനിയത്തിൻ്റെ ബോക്സാണ്, വെറും അലൂമിനിയം ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കരകൗശല പണി കാരണമാണ് ഇതത്ര ഭംഗിയായിട്ടിരിക്കുന്നത്. ഇത് എല്ലാം പെയിൻറ്റിങ് വർക്കാണ്. ഇതിനകത്ത് ഒരു നീല കളറിൽ ഡോട്ട് പോലെ കാണുന്നതും, അതിന് പിന്നെ വേറെ പല മഞ്ഞ കളറും പിങ്ക് കളറൊക്കെ ഡോട്ടായിട്ട് പൂ പോലെയൊക്കെ കാണുന്നതൊക്കെ പെയിൻറ് വെച്ചിട്ട് ഓരോ കുത്ത് ഇട്ടിരിക്കുന്നതാണ്. പെയിൻറ്റിൻ്റെ ഒരു കുത്തുകളാണ് ഈ ഇട്ടിരിക്കുന്നതൊക്കെ. അതിൻ്റെ കൂടെ തന്നെ മിറർ വർക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മിറർ, നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി ചെറിയ കഷ്ണങ്ങളാക്കി, ഡയമണ്ട് ആകൃതിയിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പെയിൻറ് ഒട്ടിച്ച് വെച്ച് അത് ഡോട്ടായിട്ട് പെയിൻറ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് വെറും അലൂമിനിയം പാത്രത്തിൻ്റെ മുകൾ വശത്ത്. അങ്ങനെയാണ് ഈ ഡബ്ബ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 3 സൈസിലുള്ളതാണ് ഈ ഡബ്ബകൾ. ഞാനിത് വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ചന്ദനമോ കുങ്കുമമോ അങ്ങനെ പൂജാ ദ്രവ്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിനുള്ളിൽ ചന്ദനം ഏതാണ്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് തുറക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഈ 3 ഡബ്ബകൾ. പിന്നെ അടുക്കളയിലേക്ക് വാങ്ങിയ ഒരു ഡബ്ബ ആണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളൊക്കെ. ഇതും അതുപോലെ നമ്മൾക്ക് ഒരു 3 എണ്ണമായിട്ട് കണ്ടെയ്നർ ഡബ്ബ വരുന്നതാണ്. ഇതിനകത്ത് ഉള്ളിൽ വേറൊരു ഡബ്ബ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഡബ്ബയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഡബ്ബ ഉണ്ട്. ആ ഡബ്ബ ഇപ്പോൾ ഇല്ല, അത് വേറെ ആവശ്യത്തിന് എന്തോ കാണാതെ പോയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആണ് ഇത് സെറ്റായിട്ട് വരിക. ഒരു ഡബ്ബയുടെ ഉള്ളിൽ അതിനേക്കാൾ ചെറിയൊരു ഡബ്ബ, പിന്നെ അതിനേക്കാൾ ചെറിയൊരു ഡബ്ബ, അങ്ങനെ 3 എണ്ണമായിട്ടാണ് ഇത് സെറ്റായിട്ട് സാധാരണ വരിക.
നമ്മൾക്ക് അടുക്കളയിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സൗകര്യം